ഹേ ഗൈസ്, അപ്പോൾ ആസിഫ് അലി അഭിനയിച്ച ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന മൂവി OTT ആയിട്ടുണ്ടായിരുന്നു. പടം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, വൺ ടൈം വാച്ചബിൾ സാധനമാണ്. പൊതുവേ നമ്മൾ ഈ മൂവിക്കകത്ത് എല്ലായിടം കണ്ടുവരുന്നത് പറയുമ്പോൾ വുമൻസിന് ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന നിയമങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിക്ക് വരുന്ന ഒരു ഉത്തരവ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആണല്ലോ. അത് നല്ല കാര്യമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആസിഫ് അലിയുടെ ഒരു കല്യാണം കഴിയുന്നു, 1 month ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു 10 days ഒക്കെ ആകുമ്പോഴത്തേക്ക് വൈഫ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. കേസും കാര്യം, ഡിവോഴ്സ് പെറ്റീഷൻ, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നു പോകുന്നുണ്ട്. സോ അത് തുടർന്ന് അതിൻ്റെ എൻഡ് എന്താണ്, അല്ലെങ്കിൽ അത് തുടർന്നുള്ള പ്രശ്നങ്ങളല്ലേ, എന്തിനാണ്, ഏതാണ്, ഇതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു പടമാണ് ആഭ്യന്തര കുറ്റവാളി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുറ്റവും കുറവുകളോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും വാക്കിൻ്റെ നിർബന്ധത്തിന്റെ പുറത്താണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നതെങ്കിലോ ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് സ്വന്തമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കോടതികളിലും കുടുംബ കോടതി ഇങ്ങനെയുള്ള പല കോടതികളിലും കയറി നടക്കേണ്ടതായിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. സോ അതുപോലൊരു അവസ്ഥയിൽ പെടുന്ന ഒരാളാണ് ആസിഫ് അലി. ഈ പടത്തിനകത്ത് ആണിന്റെ ഭാഗം ശരിയാണ് എന്ന് കാണിക്കുന്ന ഒരു മൂവിയാണിത്. പെണ്ണിന്റെ ഭാഗത്ത് ചില മിസ്റ്റേക്കുകൾ അവരുടേതായിട്ടുള്ള ചില വേറെ കാരണങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ആ കാരണം കൊണ്ട് ആ ഒരു സ്ത്രീ ഈ ഒരു പുരുഷന്റെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പോയിൽ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇടുന്നു, അല്ലെങ്കിൽ സ്പോയിൽ ആക്കുന്നു. അതെന്താണ്, ഏതാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ ആയി തീരും എന്നുള്ളതാണ് പടം കാണിക്കുന്നത്. ഈ ഒരു പടത്തിനകത്ത് തന്നെ പല കാറ്റഗറിയിലുള്ള കേസുകൾ, അല്ലെങ്കിൽ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്വത്തിന് വേണ്ടിയിട്ട് വരുന്നവർ, അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കൂടുതൽ സ്വത്തുകൾ ഭർത്താവിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യയുടെ സൈഡിൽ നിന്നൊക്കെ മേടിക്കാൻ വേണ്ടി, പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന ആൾക്കാർ. പിന്നെ ഈ മറ്റേ മാസം തോറും കൊടുക്കുന്ന കാശ് വേണമെന്ന്, പിന്നെ അതുപോലെ മോളെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മോളെ കൊടുക്കത്തില്ലെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ. ഇങ്ങനെയൊക്കെയുള്ള പല കാറ്റഗറിയിലുള്ള എല്ലാ കേസുകളും ഇതിനകത്ത് ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് ഇപ്പോൾ പടം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ പടം എവിടെ കിട്ടും എന്നുള്ളത്. സോ അവിടെ പോയൊക്കെ തപ്പിയെടുത്തിട്ട് ഒന്ന് കണ്ടു നോക്ക്.